Hello guys, welcome back to Star Live Tech. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് വിവോയിൽ നിന്ന് ഇനി വരാൻ പോകുന്ന ഒരു കിഡിലൻ സ്മാർട്ട് ഫോണാണ് വിവോ V19. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുമ്പോൾ 6.44 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2 സെൽഫി ക്യാമറാസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. രണ്ടും ഡിസ്പ്ലേക്കകത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 83.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബോഡിയും ഫ്രെയിമുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് 185 grams ആണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ QUALCOMM SNAPDRAGON 712 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിട്ടുള്ളത്. Android 10 ബേസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. FUNTOUCH OS 10 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസ്. അതുപോലെ തന്നെ Adreno 616 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ GPU. ഈ ഒരു ഡിവൈസ് നമുക്ക് 2 വേരിയൻസിൽ ലഭിക്കുന്നുണ്ട്. ബേസ് വേരിയൻറ്റ് വരുന്നത് 8GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ്. ടോപ്പ് വേരിയൻറ്റ് വരുന്നത് 8GB റാമും 256GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് UFS 2.1 ആണ് ലഭിക്കുന്നത്. ഒരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് നോക്കുമ്പോൾ റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നൽകിയിട്ടുള്ളത്. പ്രൈമറി സെൻസർ 48 MP ആണ്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. രണ്ടാമതായി 8 MP അൾട്രാ വൈഡ് ലെൻസും പിന്നെ 2 MP മാക്രോ ലെൻസും പിന്നെ ഒരു 2 MP ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിയർ ക്യാമറ ഉപയോഗിച്ചെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കാം. ഇനി നമ്മൾ സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡുവൽ സെൽഫി ക്യാമറാസ് ആണ് വരുന്നത്. മെയിൻ സെൻസർ 32 MP ആണ്. f2.1 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 8 MP അൾട്രാ വൈഡ് ലെൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. രണ്ടും നമുക്ക് ഡിസ്പ്ലേയുടെ അകത്ത് തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുമ്പോൾ 4500 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒപ്പം നമുക്ക് 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അരമണിക്കൂറിനകം തന്നെ 54% നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. വിവോയുടെ ഫ്ലാഷ് ചാർജ് 2.0 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ USB Type-C പോർട്ടാണ് വരുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 2 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സ്ലീക്ക് സിൽവർ, അതുപോലെ തന്നെ രണ്ടാമത്തേത് ഗ്ലീം ബ്ലാക്ക്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ വിവോ V19 എന്ന സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ എപ്പോഴാണ് ലോഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇന്ത്യയിൽ വരുന്ന പ്രൈസ് എത്രയാണ് എന്നതാണ്. ഇപ്പോഴത്തെ ഡീറ്റെയിൽസ് അനുസരിച്ച് നമുക്ക് മെയ് 12 അല്ലെങ്കിൽ മെയ് 15 ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 26,000 രൂപയാണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.